നമ്മുടെ കോഴിക്കോട് 7 നൂറ്റാണ്ട് കാലം ഭരണം നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് സാമൂതിരി രാജാവ്. ഈ സാമൂതിരി രാജാക്കന്മാരുടെ പേരിൽ ഒരു മ്യൂസിയം പോലും കോഴിക്കോട്ട് എവിടെയും കാണാനില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും, ഉദാഹരണമായി ഈജിപ്തിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടുള്ള ബോഡികൾ മമ്മികളാക്കി പിരമിഡിൻ്റെ അകത്തും മറ്റ് മ്യൂസിയങ്ങളിലൊക്കെ വെച്ചിട്ട് എംബാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫറോവയുടെയൊക്കെ ബോഡി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ പോലും തെലുങ്കാനയിൽ, പഞ്ചാബിൽ, അതേപോലെ രാജസ്ഥാനിലൊക്കെ തന്നെ മ്യൂസിയങ്ങൾ വളരെ വൃത്തിയായിട്ട് ആ നാടിൻ്റെ സംസ്കാരം പറയുന്നു. കഴിഞ്ഞ കാലത്ത്, വർത്തമാനകാലത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പറയുന്നുണ്ട്. വരും കാലത്ത് അവരുടെ വിഷൻ എന്താണെന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് അവസാനം അതിലേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് മ്യൂസിയങ്ങളുടെ കഥ അവസാനിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് വളരെ മതേതര കുഞ്ഞാലിമരക്കാരുടെയും സാമൂതിരിയുടെയും ഒക്കെ തന്നെ ഐക്യവും അവരുടെയുള്ള ഒന്നിച്ചിട്ടുള്ള പോരാട്ടം, വൈദേശിക ശക്തികൾക്കുള്ള പോരാട്ടമൊക്കെ തന്നെ വളരെ കീർത്തിയുള്ളതാണ്. ലോക പ്രശസ്തമായിട്ടുള്ള പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ച്, സാമൂതിരികളുടെ പരമ്പരയെക്കുറിച്ച് എവിടെയുമില്ല. ഒരു മ്യൂസിയം ഇല്ല എന്ന് മാത്രമല്ല, ഒരു സ്മാരകം പോലും സാമൂതിരിക്ക് വേണ്ടി കോഴിക്കോട്ട് എവിടെയും നമുക്ക് കാണാനില്ല. അപ്പോൾ അത്തരം സംഗതികൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അതിനൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടെ ആവുന്നൊരു തരത്തിൽ സാമൂതിരിക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ ഈ അർത്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്.